നമ്മുടെ വീഡിയോയിൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരവസ്ഥയായിരിക്കില്ല. ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെക്കുറിച്ചുള്ള പരദൂഷണം, കുറ്റം പറച്ചിൽ, കളിയാക്കൽ. അതുകൊണ്ടാണ് സീരിയലിൽ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷയങ്ങൾ, ദുരന്തങ്ങൾ, അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള അവസ്ഥകൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും. എന്നാൽ സ്വന്തം അവസ്ഥയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോ അവസ്ഥയോ കേൾക്കാൻ ആഗ്രഹിക്കാത്തതും. മറ്റൊരിടത്ത് കേൾക്കുന്ന കാര്യങ്ങൾ ടി വിയിലോ പത്രത്തിലോ ഒക്കെ വരുമ്പോൾ അത് വായിക്കുവാനായിട്ടുള്ള ഉത്സാഹവും, എന്നാൽ അതേ വിഷയം സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ അത് ദുരന്തം എന്ന് പറയുന്നതിൻ്റെയും കാരണം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്ന സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അത് ഒരു സംസാര ഭാഷയാക്കി മാറ്റിയിരിക്കുന്നതിൻ്റെ കാര്യം. അതായത് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും ആ രീതി അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ കൂട്ടുകാർ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത സ്നേഹിതർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന അതേ രീതി അതിൽ കൈക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അവർക്കും ചിന്തയിലേക്ക് വരണം, ഇത് ഞങ്ങളും ചിന്തിച്ച വിഷയമാണല്ലോ, ഈ കാര്യം ഇതുപോലെ തന്നെ മറ്റുള്ളവരോട് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യമാണല്ലോ, എത്രയോ പ്രാവശ്യം ഞാൻ ഇതോർത്ത കാര്യമാണ്, ഇത് കാര്യം തന്നെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചതാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി അവരിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും അങ്ങനെയുള്ള സംസാര രീതിയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാണ്. എങ്കിൽ മാത്രമേ ബോറടിക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് തന്നെ നമ്മളതിനെ സ്കിപ്പ് ചെയ്ത് കളയാറുള്ളത്. എന്നിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകും. അത് നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള അവസ്ഥകളായിട്ട് വരുന്ന സമയത്ത് കേൾക്കുവാനേ താല്പര്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വിഷയം മറ്റൊരാളിലേക്കാണെങ്കിൽ അത് കേൾക്കാം. പക്ഷേ ഒരിക്കലും നമ്മുടേതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നതായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഉപദേശം എന്നുള്ള രീതിയൊന്നും കേൾക്കുവാനായിട്ട് താല്പര്യമേ ഇല്ല. അതുകൊണ്ടാണ് യൂട്യൂബ് തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് തൊട്ട് എല്ലാവരും വലിയ കണ്ടൻറ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 മിനിറ്റിലുള്ള, അതായത് ടിക്ടോക്കാണ് അത് ആദ്യം തുടങ്ങിയത്. ഒറ്റ മിനിറ്റിൽ 30 സെക്കൻഡിൽ അവതരിപ്പിക്കാവുന്ന രീതിയിലേക്ക് കണ്ടന്റിനെ എത്തിക്കാനായിട്ട് തുടങ്ങി. അതിൽ പ്രത്യേകിച്ച് വിഷയങ്ങൾ തന്നെ ഉണ്ടാവണമെന്നില്ല, എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ അതിലേക്ക് വ്യൂസ് കണ്ടമാനം വരുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് മറ്റ് യൂട്യൂബ് ഷോർട്ട് എന്ന രീതിയിലായി. ടിക്ടോക്കിനെ എടുത്തു കളഞ്ഞതിന് ശേഷം റീൽസ് എന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാം തുടങ്ങി. എല്ലായിടത്തും ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് 10 സെക്കൻഡ് 15 സെക്കൻഡ് അപ്പുറത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് പുതിയ തലമുറ എന്നല്ല പഴയ തലമുറകൾക്കും താല്പര്യമില്ല. അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്ത് അടുത്ത വിഷയത്തിലേക്ക് അങ്ങ് പോകാനായിട്ടാണ് അവർക്ക് താല്പര്യം. ഒരു വിഷയം പെട്ടെന്ന് തീരുക, പെട്ടെന്ന് മനസ്സിലാക്കുക. 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മിനിറ്റ് താഴെയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള കാര്യം വരുന്നത് അതാണ്. പ്രധാനമായിട്ടും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ചാനൽ അങ്ങ് മാറ്റുകയാണ്. ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ചാനലിലേക്ക് പോകാനായിട്ടുള്ള വാഞ്ച ഉണ്ടാവുകയാണ്. പറഞ്ഞു വരുന്നത് മനുഷ്യന് ക്ഷമ ഇല്ല എന്നുള്ള അവസ്ഥയാണിത്. ക്ഷമ എന്നുള്ള അവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ ജീവിതാവസ്ഥയിൽ പുതിയ അവസ്ഥകൾ, പുതിയ കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഫോൺ എന്ന അവസ്ഥയിൽ എന്നും ഒരേ ഒരു പാട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എന്നും ഒരേ ഒരു വീഡിയോ കണ്ടിരിക്കുന്നതെങ്കിൽ 2 ദിവസം കൊണ്ട് അത് നമ്മൾ മറക്കും. ഫോണിൽ പല ഐറ്റംസ് വരുന്നു, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്? രാഷ്ട്രീയമാണോ, സാമൂഹ്യമാണോ, സാമ്പത്തികമാണോ, എൻ്റർടൈൻമെൻ്റ് ആണോ? അത് നമുക്ക് പെട്ടെന്ന് കാണുവാനായിട്ടുള്ള അവസ്ഥ വരുന്നത് കൊണ്ടാണ് മൊബൈലിനെ വെറുക്കാതിരിക്കുന്നത്. ഇപ്പം ടി വി എന്നുള്ള അവസ്ഥയിലേക്ക് കൂടുതൽ ആൾക്കാർ പോകാതിരിക്കുന്നു. ടി വി എന്നുള്ളത് അവർ സംപ്രേഷണം ചെയ്യുന്ന കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ടൈമിൽ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു ചാനൽ എന്താണെന്ന് നോക്കാനായിട്ട് പോകുന്നതിൻ്റെയും കാര്യം അതാണ്.
നമ്മൾ അവതരിപ്പിക്കുന്ന എല്ലാ വീഡിയോയിലും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കേട്ട് കഴിയുന്ന വ്യക്തികൾക്ക് തോന്നണം, ഓ ഇത് ഞാനും ചിന്തിച്ച കാര്യമാണല്ലോ, ഇത് എത്രയോ പ്രാവശ്യം എനിക്ക് അറിയാവുന്ന കാര്യമായിരുന്നല്ലോ, ഇത് ഞാൻ മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരുമ്പോഴാണ് ആ വീഡിയോ അവരുടെ മനസ്സിലേക്ക് തങ്ങി, അവരുടെ മനസ്സിൽ പറ്റി, അവരിലേക്ക് എത്തി എന്നുള്ളൊരവസ്ഥ അവതരിപ്പിക്കുന്ന വ്യക്തിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോയിൽ എഴുതി വെച്ച് അല്ലെങ്കിൽ മാസങ്ങളോളം ഒരു വിഷയം ആലോചിച്ച് അല്ലെങ്കിൽ ആഴ്ചയോളം ഒരു വിഷയം ആലോചിച്ച് അതിനെ കാണാപ്പാഠമാക്കി അല്ലെങ്കിൽ അത് എഴുതി വെച്ച് അവതരിപ്പിക്കുന്ന ഒന്നുമല്ല. നമുക്കൊരു വിഷയം കിട്ടി, ലൈഫ് റിയാലിറ്റി, നേരും നിറയും, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ഏത് വിഷയമാണോ അത് വിഷയം എത്തിക്കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് ചെറുപ്പകാലം തൊട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളതായിട്ടുള്ള വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയും അത് 5 മിനിറ്റ് കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടുള്ള വിഷയമാണെങ്കിൽ അങ്ങനെ അങ്ങ് സംസാരിച്ച് തീർക്കുന്നതാണ്. അല്ലാതെ എഴുതി വെച്ചോ ഒരു വിഷയം വളരെയധികം നാളാലോചിച്ചിരുന്ന് സംസാരിച്ച് അതിനെ തയ്യാറാക്കി വെച്ചൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാര രീതി ഭാഷ വരികയില്ല. ന്യൂസ് റീഡിങ് അവതരിപ്പിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വായിച്ച് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് അതെത്തുന്നതായിട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ വരികയും ചെയ്യും. അങ്ങനെയായിട്ടല്ല സംസാര രീതി വരുന്നതിൻ്റെ കാര്യവും. ഇത് നമ്മൾ സംസാരിച്ചങ്ങ് പോവുകയാണ്. നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡയലോഗ് പ്രസൻറ്റേഷൻ, സിനിമയിലെ ഡയലോഗ് പോലെ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെയൊന്നും ആകുന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ സംസാരിച്ച് വരുന്ന രീതിയിൽ വരുന്ന ആവർത്തന വിരസത ഇതൊക്കെ ഉണ്ടാകാം. എങ്കിൽ മാത്രമേ ഒരു സീരിയസ് വിഷയങ്ങൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അവർ കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന പോലും ക്ഷമയില്ലായ്മ, ഞാൻ മുമ്പേ പറഞ്ഞു വിട്ടു, ഇങ്ങനെ ക്ഷമയില്ലായ്മ എന്ന അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് കാര്യമാകുകയും ചെയ്യും. അതിനെ നമ്മൾ ഏറ്റവും ചുരുക്കി സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ 1.5 പേജ്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് 1.5 പേജ്, ഇപ്പോൾ 1 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ ഒരു വലിയ പേജിൻ്റെ ആദ്യത്തെ പേജും അതിൻ്റെ മറുവശവും എഴുതിയാൽ തന്നെ 1 മിനിറ്റിൽ 1 പേജിൽ കൂടുതലാകും. ഈ രണ്ടും പുറവും. അപ്പോൾ 15 മിനിറ്റ് ആണെങ്കിൽ 15 പേപ്പറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആകുന്ന രീതിയിൽ എഴുതി വെക്കേണ്ടി വരും. അങ്ങനെയൊന്നുമല്ല നമ്മൾ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ഓരോ വിഷയങ്ങളും. പ്രത്യേകിച്ച് ക്ഷമയില്ലായ്മ എന്ന അവസ്ഥ മനുഷ്യനിൽ ഏറ്റവും കൂടുതലായിട്ട് വന്ന് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താളപ്പിഴയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എടുത്തു വരുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം താളപ്പിഴകൾ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളും വരുന്നതായിട്ട് കാണാം. പണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾക്കുണ്ടായിരുന്നത് റേഡിയോ അല്ലെങ്കിൽ ടെലിഫോൺ എന്നുള്ള മാധ്യമമായിരുന്നു. TV വന്നു, ദൂരദർശൻ എന്ന അവസ്ഥയിൽ വരുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ 5:30-ക്ക് ഒരു നൃത്യം, 6 മണിയാകുമ്പോൾ കഥകളി, 6:30 മോഹിനിയാട്ടം, അല്ലെങ്കിൽ ഗ്രാമ അന്തരീക്ഷത്തിലുള്ള കൃഷി, 7 മണിയാകുമ്പോൾ വാർത്ത, അതിനുശേഷം ഡൽഹിയിലെ പരിപാടിയിലേക്ക് പോവുകയാണ്. അതിൽ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ഒരു സിനിമ ഉണ്ടാകുന്നത്. ചിത്രഗീതം എന്ന് പറയുന്ന പരിപാടി ആഴ്ചയിൽ ഒരിക്കലാകും. അപ്പോൾ വളരെയധികം ഇഷ്ടത്തോടുകൂടി ആൾക്കാർ കാത്തിരിക്കും. അത് മുഴുവൻ ഏത് വിഷയമാണെന്ന് പറഞ്ഞാൽ, എങ്ങനെയുള്ള സിനിമയാണെന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ടിരുന്ന് കാണും. വേറെ എൻ്റർടൈൻമെൻറ്റായിട്ട് വരുന്നില്ല, എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള വിഷയങ്ങളില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും വളരെയധികം ക്ഷമയുണ്ട് താനും. അത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിരിക്കാനും എത്ര നേരം വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം 94-95 സമയത്തോടുകൂടി ആദ്യം ഏഷ്യാനെറ്റ് തുടങ്ങുകയും പിന്നീട് സൂര്യ തുടങ്ങുകയും ചെയ്തതോടുകൂടി ഒരു ദിവസം 2 സിനിമ എന്ന രീതിയിൽ വന്ന് പിന്നെ അത് 4 പിന്നെ ഓരോ ചാനലുകൾ തുടങ്ങും തോറും സിനിമകളുടെ എണ്ണം കൂടിയപ്പോൾ സിനിമ എന്നുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് കൂടി വന്നപ്പോൾ എൻ്റർടൈൻമെൻറ്റിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണ്. എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എപ്പോഴും സിനിമ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്തേക്ക് ആൾക്കാരിലേക്ക് അതിൽ താല്പര്യം കുറഞ്ഞു വന്നതിൻ്റെ കാര്യവും ഇതാണ്.
അതിനുശേഷം എപ്പോഴും അവർ പുതിയത് അങ്ങനെയാണ് ഇപ്പോഴും ഏത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും അവർ പുതിയ ലെവലിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും ഈ ക്ഷമയില്ലായ്മയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന അവസ്ഥകൾ ഇല്ലാതിരുന്നപ്പോൾ അതിനെ ആസ്വദിക്കുകയും അതിനുശേഷം അതേ അവസ്ഥകൾ കൂടുതലായിട്ട് വരികയും ചെയ്ത സമയത്ത് ആസ്വാദന നിലവാരത്തിൽ വന്ന തകർച്ച, മനുഷ്യൻ്റെ ക്ഷമയില്ലായ്മ എന്ന അവസ്ഥ ഏറ്റവും വളരെയധികം കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൊബൈലിനെ ഉദാഹരണമാക്കിയത്. എപ്പോഴും മൊബൈലിലൊരു പരിപാടിയാണെങ്കിൽ നമുക്ക് ആവർത്തന വിരസതയാകുകയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിലേക്ക് അതിനെ എടുത്ത് ഉപയോഗിക്കാവുന്ന കണ്ടൻറ്റുകളെ അപ്പോൾ എടുക്കാമെന്നുള്ളത് കൊണ്ടാണ് അതിനോടുള്ള വിരസത വരാത്തത്. അതുതന്നെയാണ് നമ്മുടെ ലൈഫിൽ പറ്റുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും ഭർത്താവിന് ഭാര്യയോടായാലും എന്നും ഒരേ ലെവലാകുന്ന സമയത്ത് അവർക്ക് അതൃപ്തി ഉണ്ടാവുകയും എത്ര സൗന്ദര്യമുള്ളവരായാലും ആകർഷകരമായിട്ടുള്ള പെരുമാറ്റമില്ലെങ്കിൽ വെറുത്തു പോകും എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണവും അതാണ്. ആകർഷകമായ പെരുമാറ്റമില്ലെങ്കിൽ എത്ര അഴകുള്ള ശരീരമായാലും അതാണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും വെറുത്തു പോകും എന്ന് പറയുന്നതിൻ്റെ കാര്യവും അതാണ്. വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ, വ്യത്യസ്തമായിട്ടുള്ള സ്നേഹം, ആകർഷകമായ പെരുമാറ്റം, ഇതതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഭാര്യ ഭർത്ത് അല്ലെങ്കിൽ ആൺപെൺ ഇവയിലെല്ലാം വിരസത അനുഭവിക്കുന്നതിൻ്റെ കാര്യം, വിരസത ഇല്ലാതാക്കാനായിട്ടുള്ള അവസ്ഥകൾ, അറിയാതെ പോകുന്നതിൻ്റെ അവസ്ഥയും ഞാൻ പല വീഡിയോകളിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. വാഹനം, നമ്മുടെ മറ്റ് എന്ത് കാര്യങ്ങളും എന്നും ഒരേ റൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വിരസതയുണ്ടാകും. പക്ഷേ അത് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ വാഹനത്തെ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്കതിനെ ഇഷ്ടപ്പെടുകയും, അല്ലെങ്കിൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കണം. മനുഷ്യൻ്റെ ക്ഷമയില്ലായ്മ എത്തി നിർത്തിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. മനുഷ്യൻ്റെ ക്ഷമയില്ലായ്മ വന്ന് അവൻ ഏറ്റവും മികച്ച അവസ്ഥകൾ, എല്ലാ തരത്തിലുള്ള അവസ്ഥകളും എൻ്റർടൈൻമെൻ്റായിട്ടുള്ള അവസ്ഥകളും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവനത് പോരാ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും പുതിയ തലമുറകൾ ലഹരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നിലും തൃപ്തിയില്ലാത്ത അവസ്ഥയിലേക്ക്, അതായത് ഏറ്റവും മികച്ച അവസ്ഥകൾ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊന്നും തൃപ്തി വരാതെ അവർ ഇനി എന്ത് എന്നുള്ള ചിന്താഗതിയിൽ ലഹരിയിലേക്ക് പോവുകയും ആ ലഹരിയിലും തൃപ്തി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അധപതിച്ച ഒരവസ്ഥ, സംസ്കാരം, ജീവിത രീതി ആയി മനുഷ്യ അവസ്ഥ തന്നെ മാറിയിരിക്കുന്നത് നമുക്ക് ചുറ്റുപാടുള്ള ഓരോ വിഷയങ്ങളിലും വർത്തമാന രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംതൃപ്തി എന്ന അവസ്ഥയ്ക്ക് ഈ ക്ഷമയുടെ ലെവലുമായിട്ട് ഏറ്റവും വലിയ പങ്കുള്ള കാര്യമാണ്. ക്ഷമയുടെ അവസ്ഥയിൽ നമ്മൾ കണ്ടെത്തുന്ന മികച്ച ഒരു സൃഷ്ടി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനമുണ്ട്. നമ്മളൊരു മ്യൂസിക് നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ഏതെങ്കിലും ഭാഷയിൽ, ഒരു ഭാഷ എന്നുള്ളതല്ല, മലയാളത്തിൽ നിന്നല്ല മറ്റു ഇന്ത്യക്ക് പുറത്തുള്ളതായാലും ഏതൊരു ഭാഷയുമായിട്ട് അതിന് സാമ്യം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ കോപ്പി അടിച്ചതാണെന്ന് പറയുന്ന ഏകാലം അതുപോലെ തന്നെ സ്റ്റോറി, കഥ, നമുക്ക് തിരക്കഥ, സംഭാഷണം എന്നിവയിലേക്കൊക്കെ ആൾക്കാർക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വർഷങ്ങളോളം എത്രയോ കഥകൾ, മ്യൂസിക്കുകൾ വന്നിരിക്കുന്നുണ്ട്. പുതിയ സൃഷ്ടി ഉണ്ടാക്കുന്ന സമയത്ത് പുതിയൊരു കഥ അല്ലെങ്കിൽ അത് മറ്റു ഭാഷയിൽ ഉള്ളതിൻ്റെ കോപ്പിയടിയാണെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്നുണ്ട്, ഏത് ഭാഷയിലായാലും. അതുകൊണ്ട് തന്നെ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മുടെ ഈ എൻ്റർടൈൻമെൻറ്റ് വരുന്ന കഥ, മ്യൂസിക് എന്ന് പറയുന്ന, സംഗീതം എന്ന് പറയുന്ന അവസ്ഥ. ഇതുപോലുള്ള പുതിയ തലങ്ങൾ, ഞാൻ ഉദാഹരണമായിട്ട് ഇതിനെ രണ്ടിനെയും പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ പുതിയ അവസ്ഥകളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അത് ജീവിതത്തിലായാലും വിവാഹത്തിലായാലും മറ്റ് നമ്മുടെ ജോലിയിലായാലും നമ്മുടെ പഠനത്തിലായാലും ഇങ്ങനെ പുതിയ തലങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ക്ഷമ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മികച്ച
ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയ്ക്കും പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തുക, വ്യത്യസ്തമായ തലങ്ങളിലൂടെ അവയെ സമീപിക്കുക, ആകർഷകമായ അവസ്ഥയിലേക്ക് എത്തിക്കുക. അതുവഴി നമ്മൾ ചെയ്യുന്ന ഏതൊരവസ്ഥയും, അത് ജീവിതത്തിൻ്റെ ആയാലും, അത് നമ്മുടെ ജോലി ആയിക്കോട്ടെ, പഠനമായിക്കോട്ടെ, നമ്മുടെ ഏതവസ്ഥയായാലും പുതിയ പുതിയ രീതിയിലേക്ക് അവതരിപ്പിക്കും. പുതിയ പുതിയ രീതിയിലേക്ക് നമ്മൾ ജീവിതത്തെ അവതരിപ്പിക്കുമ്പോൾ, ആ രീതിയിലൂടെ നമ്മൾ പോകുമ്പോൾ ബോറടിക്കാതിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കും. അത് നമ്മുടെ ജോലിയായാൽ പോലും നമ്മൾ മികച്ച രീതിയിൽ എത്ര നേരം വേണേലും അതിലേക്ക് തുടർന്നു കൊണ്ടിരിക്കുവാനായിട്ട് കഴിയും, അതേതൊരവസ്ഥയായാലും എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട പോയിൻ്റ്. അങ്ങനെയല്ലാത്തിടത്തോളം കാലം നമുക്ക് ക്ഷമ എന്ന് പറയുന്ന അവസ്ഥ നശിക്കുകയും ജീവിതം ബോറടിക്കുകയും ചെയ്യും. ജീവിതം ബോറടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതൊരു കാര്യവും നമ്മൾ എന്നും ഉള്ളതിനെക്കാട്ടിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത, അതിനുവേണ്ടി പുതിയ തലങ്ങൾ ആലോചിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മളിലേക്ക് വന്നു ചേരും. അതൊരു നിത്യത്തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിലേക്ക് വന്ന് ചേരും. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ ഈ ക്ഷമ എന്നുള്ള അവസ്ഥയ്ക്ക് ഏറ്റവും മികച്ച ഒരവസ്ഥയിലേക്ക് പോകും. ജീവിതത്തെ ഏറ്റവും സുന്ദരവും മനോഹരവുമായിട്ടുള്ള അവസ്ഥയിലൂടെ നമുക്ക് ഏത് കാര്യം ചെയ്താലും വീണ്ടും വീണ്ടും ചെയ്യുവാനായിട്ട്, തുടർന്നുകൊണ്ട് ചെയ്യുവാനായിട്ട്, എപ്പോഴും ചെയ്യുവാനായിട്ട് നമുക്ക് തോന്നുന്നതും എല്ലാം ഈ പറഞ്ഞ തലത്തിലൂടെ പോയാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം.